പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 200 ഗ്രാം വരെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഒരു കടായിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും. മസാലപ്പൊടികളൊക്കെ ചേർത്തതാണല്ലോ. അപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കനിലെ വെള്ളവും നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഒരു 2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്തതാണ്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരു ഓയിലിട്ടിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിൽ ഓയിൽ കുറച്ച് കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 4 പച്ചമുളകും ഒരു തക്കാളിയും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വരെ ചിക്കൻ മസാല പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിലും ഉരുളക്കിഴങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം ഉടഞ്ഞു പോവാതെ സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ബസുമതി റൈസാണ്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ അധികം പൊടിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തി വെച്ചതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ട് അതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതും
അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. രാവിലെ സ്കൂളിൽ പോകുന്ന മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതുകൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇനിയൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്